സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന് പറയുന്ന പോലെ ഈ വീട് ശരണം, ഈ വീട്ടിലത്തെ ചോറ് ശരണം പറഞ്ഞിട്ടോ നമ്മുടെ പട്ടിക്കുട്ടി ഗേറ്റിന്റെ അവിടെ കാവലി കിടക്കുന്നത്. അപ്പൊ രാവിലെ ബ്രെഡൊക്കെ ഭവേട്ടം കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പട്ടിക്കുട്ടിക്കും പൂച്ചക്കുട്ടിക്കൊക്കെ ഇതാ മീനും കൊണ്ടാണ് കേട്ടോ ആറാട്ട്. ഇന്ന് കുറേ മത്തിയും നത്തളൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പൊ എന്താ 2 മീൻ വാങ്ങിയിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില കിട്ടിയില്ല. അപ്പൊ ചില ആൾക്കാർ ഇവിടെ മത്തി കഴിക്കാത്ത VIP-കളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നത്തൽ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ ബൊമ്മിക്കുട്ടി ഒന്നും മത്തി കഴിക്കില്ല. ബൊമ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നത്തൽ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബബിളിക്കുട്ടിനും പീക്കിരിക്കുട്ടിനും ചമ്പിക്കുട്ടിയൊക്കെ ഏത് മീനായാലും കഴിക്കും. മീനായാൽ മതി അവർക്ക് കേട്ടോ. അവർക്ക് അപ്പൊ ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ മീനൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ തന്നെ ഞാൻ ഇതിന് കുറേ തല ഇട്ട് കൊടുത്തു. പിന്നെ കുറേ തല എടുത്തിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഞാൻ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തല ഞാൻ വേവിക്കാറില്ല, എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് എന്ത് മീൻ കൊണ്ടുവന്നാലും നന്നായിട്ട് കഴുകി അതിന്റെ തലയൊക്കെ പൂച്ചക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പൊ ഞാൻ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഞാൻ നോണൊന്നും കഴിക്കാറില്ല. പക്ഷെ വെജിറ്റേറിയൻ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മീനുകൊണ്ടാണ് 2 നേരം കളി. വാളും കൊണ്ട് കളി എന്ന് പറയുന്ന പോലെ നമ്മുടെ അംഗം മൊത്തം മീനിലാണ്. 2 നേരം മീൻ തൊട്ടാതെ നമുക്ക് ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ നമ്മുടെ നായക്കുട്ടിക്ക് ഇത് അവിടെ നിന്നുണ്ടായിരുന്നു, കുറച്ച് തലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അവ അവിടെ നിന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതാ ബാക്കിയുള്ള മീനൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചമ്പിക്കുട്ടിയുടെയും ബബിളിക്കുട്ടിയുടെയും പീക്കിരിക്കുട്ടിന്റെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. കാരണം ഇവർ 2 പേരും ആ മീനിന്റെ തല തൊട്ട് നോക്കിയിട്ടില്ല കേട്ടോ. പച്ചയ്ക്ക് നത്തിൽ കൊടുത്തപ്പോൾ അതും കഴിച്ചില്ല. അവർക്ക് വേവിച്ച മാത്രമാണ് കേട്ടോ നമ്മുടെ കുറിഞ്ഞും ബൊമ്മിക്കുട്ടിയൊക്കെ കഴിക്കുള്ളൂ. അയിലയാണെങ്കിൽ മാത്രം അതിന്റെ തലയൊക്കെ പച്ചയ്ക്ക് കഴിക്കും. അപ്പൊ ഇതാ നമ്മൾ എന്തായാലും നമുക്ക് മീൻ വേവിച്ച് വെക്കണല്ലോ, 2-3 ദിവസത്തേക്ക് നമുക്ക് വേണമല്ലോ. അപ്പൊ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മത്തിയൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. നത്തൽ നന്നായിട്ട് കഴുകിയെടുക്കും ചെയ്തു കേട്ടോ. അപ്പൊ നത്തലും മത്തിയും കൂടിയൊക്കെ അങ്ങോട്ട് ഒന്നിച്ച് വേവിച്ചപ്പോൾ നത്തലൊക്കെ ഒന്നും കൂടെ ഉടഞ്ഞു കേട്ടോ. മത്തിയുടെ വേവില്ലല്ലോ നത്തലിന്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, അവർക്ക് ഉടഞ്ഞാലും അവർക്ക് സന്തോഷമാണ്. അവർ സൂപ്പ് പോലെ കഴിക്കുക. അപ്പൊ ഇതാ 2 പേര് 2 പ്ലേറ്റിലിരുന്ന് കഴിക്കണം കേട്ടോ. ആദ്യത്തെ വട്ടം കുറിഞ്ഞിക്ക് പ്ലേറ്റിൽ കൊടുത്തപ്പോൾ ബൊമ്മിക്ക് പ്ലേറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ബൊമ്മിക്കുട്ടിയോട് തെറ്റിയിരുന്നത് കേട്ടോ. അപ്പൊ ഇതാ 2 പേർക്കും പ്ലേറ്റിലൊക്കെ ആക്കി കൊടുത്തു. നമ്മുടെ ബബിളിക്കുട്ടിനെയും പീക്കിരിക്കുട്ടിയും ചമ്പിക്കുട്ടിയും ഞാൻ കൂട്ടിലിട്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പട്ടിക്കുട്ടിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ്. ആള് ഗേറ്റിന്റെ അവിടെ കാവലാണ് കേട്ടോ. അപ്പൊ രാവിലെ ബ്രെഡൊക്കെ കൊടുക്കും. ഉച്ചയ്ക്ക് ഇതേപോലെ ഞാൻ മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കും കേട്ടോ. ഇനി നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചിക്കനാണ് കൊടുക്കണമെങ്കിൽ ചിക്കൻ കൂട്ടി കൊടുക്കും. എന്താ അവിടെ ഉള്ള വെച്ചാൽ ഇറച്ചിയോ മീനോ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു മുട്ട കൊത്തി വറുത്തിട്ടായാലും പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കും കേട്ടോ. കാരണം നമ്മുടെ വീടേ നമ്മുടെ ഫുഡേ ശരണം പറഞ്ഞിട്ടാണ് അത് ജീവിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടിക്ക് ഇല്ലേ ഇത്തിരി ബുദ്ധിക്ക് ഇത്തിരി കുറവുണ്ട് കേട്ടോ. തീരെ സാമർഥ്യമില്ല, തീരെ കഴിവില്ല. അങ്ങനെ ഒരു പട്ടി ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മുടെ വീടിന് മുന്നിൽ ഇത് എത്തിപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ കൂട്ടിലടച്ചിട്ട വീരശൂര പരാക്രമികളൊക്കെ ഞാനിതാ തുറന്നു വിടുകയാണ് കേട്ടോ. പരാക്രമികളല്ല, പരാക്രമികളാണ് ഇവരെ പട്ടിക്കൂട്ടിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് പട്ടിക്കൂട്ടൻ ഊണ് കഴിക്കുമ്പോൾ നന്നായിട്ട് പേടിക്കുന്നത് കേട്ടോ. ഇവര് പോയിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്. വീണ്ടും ഫുഡ് അടിക്കണ കണ്ടില്ലേ. പട്ടിക്കുട്ടനും പൂച്ചക്കുട്ടികളൊക്കെ മാമുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അവർ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടൻ പോയിട്ടില്ല കേട്ടോ. ഇതാ പഠിക്കൽ തണുപ്പത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ.